ലെബനൻ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമാണ്. തീർത്തും സമാധാനപരമായി ജീവിച്ചിരുന്ന ഒരു ജനത. അവിടെ ഹിസ്ബുള്ള എന്നറിയപ്പെടുന്ന അതിഭീകരമായ തീവ്രവാദ സംഘടനയ്ക്ക് അവർ അഭയം കൊടുത്തതിന്റെ പേരിൽ, സാധാരണക്കാര ജനങ്ങളല്ല അവിടുത്തെ ഭരണാധികാരികൾ അഭയം കൊടുത്തതിന്റെ പേരിൽ ആ ഒരു രാജ്യം തന്നെ ഏതാണ്ട് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സംസ്കൃതിയുടെ ഭാഗമായിരുന്ന ആ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. ലോക ബാങ്ക് ഇപ്പോൾ ഒരു പുതിയ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ലെബനനുണ്ടായ നഷ്ടം എത്രയാണ് എന്നുള്ളത് സംബന്ധിച്ച്. ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ 8 മുതൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ കടന്നേറി ആക്രമണം നടത്തിയത്. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണം ആരംഭിച്ചത്. ആദ്യം ഹമാസിനെ അടിച്ചൊതുക്കിയ ഇസ്രായേൽ പിന്നെ അടുത്ത് തിരിഞ്ഞത് ഹിസ്ബുള്ളയ്ക്ക് നേരെയാണ്, അഥവാ ലെബനന് നേരെ തന്നെയായിരുന്നു. അവിടുത്തെ സാധാരണക്കാരുടെ വീടുകളിൽ പോലും മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ ഘടിപ്പിച്ചിരുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതുമാണ്. 1-2 മാസം മുമ്പാണ് ഇസ്രായേൽ സൈന്യം നേരിട്ട് ലെബനിലേക്ക് കടന്നു കയറി ആക്രമണം ആരംഭിച്ചത്.